ജന്മാദി അസ്യ യതഃ, അസ്യ ജന്മാദി യതഃ. ഈ കാണുന്ന പലതും നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ എവിടെ നിന്നുണ്ടായി? എന്താണ്? അപ്പം മരങ്ങൾ കാണുന്നു അല്ലേ, മൃഗങ്ങളെ കാണുന്നു, പക്ഷികളെ കാണുന്നു, മനുഷ്യരെ കാണുന്നു, ഇത് എവിടെ നിന്നുണ്ടായി? ഉത്തരം കിട്ടുമോ? അന്വേഷിച്ച് നോക്കൂ, ഇത് എവിടെ നിന്നുണ്ടായി? ഞാൻ എവിടെ നിന്നുണ്ടായി? അപ്പം അമ്മയിൽ നിന്നുണ്ടായി. എങ്ങനെ അവിടെ എത്തി? അച്ഛനിൽ നിന്നെത്തി. അപ്പം അച്ഛനിൽ എവിടെ നിന്നെത്തി? അല്ല, അങ്ങനെ ചിന്തിച്ച് നോക്കൂ. അങ്ങനെ ചിന്തിച്ച് പോയാൽ നമുക്ക് മനസ്സിലാവും ഞാൻ ഉണ്ടായിട്ടില്ല. അതാണ് സത്യം. ഞാൻ എപ്പോഴും ഇവിടെ ഉള്ള ആളാണ്, ഞാൻ ഉണ്ടായിട്ടില്ല. ഉണ്ടാവുക പറഞ്ഞ ബുദ്ധമായിട്ടൊന്നും ഉണ്ടാവണ്ടേ, ഇവിടെ ഉള്ളൊന്നും ഉണ്ടാവാൻ പറ്റൂ. അത് മാറണു മാത്രം, മാറ്റം സംഭവിക്കുന്നുണ്ട്. കാണുന്നതിൻ്റെ ആ രൂപത്തിന് മാറ്റം സംഭവിക്കുന്നതിനാണ്, വസ്തു മാറുന്നില്ല. ഓട് ഇവിടെ എപ്പോഴും ഉണ്ട്. അതിങ്ങനെ ഇടയ്ക്ക് വിളക്കായിട്ട് കാണും, പിന്നെ ഇടയ്ക്ക് ഉരുളിയായിട്ട് കാണും. എന്താണ് അത്? സൗകര്യം പോലെ മാറ്റി. അതങ്ങോട്ട് ഓട് മോശമായി, വിളക്ക് മോശമായി തോന്നിയാൽ അല്ലെങ്കിൽ വീണ് പൊട്ടുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ എന്ത് ചെയ്യും? മൂശാരി അത് ഉരുക്കിയിട്ട് വേറെ എന്തെങ്കിലും ആക്കും ചിലപ്പം. അപ്പോഴും ഓടിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്തേ മാറുള്ളൂ? രൂപത്തിനല്ലേ മാറ്റം സംഭവിക്കുന്നുള്ളൂ. ഇതുപോലെ നമ്മുടെ രൂപത്തിന് മാറ്റം സംഭവിക്കും. കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരും, പേരിനെന്തെങ്കിലുമൊക്കെ വന്ന് അവസാനം ആ രൂപം അങ്ങോട്ട് പോവും, വേറൊരു രൂപമാവും. അപ്പോഴും വസ്തുവിന് മാറ്റം ഉണ്ടോ? ഇല്ല. പറയൂ. അല്ല. അത് പറയണം. ഇനിയിപ്പോൾ എനിക്ക് വേണ്ടി സംഭവിക്കേണ്ട, എന്നാൽ ആ തിരുമേനിക്ക് വേണ്ടി നല്ല അങ്ങനെയല്ല. അത് ഈ പറയുന്ന കാര്യം മനസ്സിലാക്കണം. ഞാൻ ആ വസ്തുവാണെന്ന് അറിഞ്ഞാൽ, ഞാൻ ഓടാണെന്ന് അറിഞ്ഞാൽ ഓടിന് എന്തില്ല? ഓടിന് വിഷമല്ലാണ്ടാവും. അതല്ലെങ്കിൽ ഞാൻ വിളക്കാ വിചാരിച്ച പൊട്ടിയാൽ ആർക്ക് വിഷമിക്കേണ്ടി വരും? ഓടിന് വിഷമിക്കേണ്ടി വരും. നമ്മൾ ആത്മാവാണെന്ന് സത്യം തിരിച്ചറിഞ്ഞാൽ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഞാൻ ഈ നാമരൂപത്തോടു കൂടിയ ശരീരമാണെന്ന് ചിന്തിച്ചാൽ ദുഃഖിക്കേണ്ടി വരും. ഇത്രയേ വിഷയമുള്ളൂ. ഇവിടുന്ന് ഇപ്പം വിളക്കം കണ്ട് പൊട്ടി വിചാരിക്കുക, വിളക്കിനെ ശ്രദ്ധിച്ച ആൾക്ക് എന്ത് പറ്റും? വിഷമം തോന്നില്ലേ? ഇല്ലേ? നമ്മൾ ജോത്സ്യൻ്റെ അടുത്തേക്ക് പോവില്ലേ? 1-ാം ദിവസം തിരുമേനി വിളക്ക് വീണ് പൊട്ടി, ഒന്ന് നോക്കിക്കില്ലേ? നേരെ മറിച്ച് ഓടിനെ കാണുന്ന ആൾക്ക് വിളക്കം കൂടെ പൊട്ടിയാലോ? ഓടവിടെ തന്നെ ഉണ്ടേ, അയാൾക്ക് പരിഭ്രമമൊന്നുമില്ല, ഒന്നും മാറിയിട്ടില്ല, ഒരു പ്രശ്നവും ഇല്ല. അതാണ്. അപ്പം അതുകൊണ്ട് ചിലരുടെ ചോദ്യം എന്താ വെച്ചാൽ, എന്തിനാണ് വേദാന്തം ചോദിക്കുന്നവരുണ്ട്? എന്തിനാ ഈ അദ്വൈതം, ഈ തത്വം മനസ്സിലാക്കണത് എന്തിനാ? ചിലർ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ ബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ വിറക് പോലെ നിൽക്കണോ? എന്തെങ്കിലും ഒരു എരുമ്പുളിയൊക്കെ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. എരുമ്പുളി ഉണ്ടെങ്കിൽ ദുഃഖിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ദുഃഖിക്കാൻ ഇഷ്ടമാണെങ്കിൽ ആവാം. നമ്മളത് സമാധാനമായിട്ടിരിക്കാനുള്ള വഴി പറയുകയാണ്. വേണമെങ്കിൽ ഇങ്ങനെ ആവാം. നാമരൂപത്തിൽ ഭ്രമിച്ചാൽ ദുഃഖിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. എന്താ അപ്പം തിരമാല കണ്ടാലുള്ള കുഴപ്പം? തിരമാല ഉണ്ടാകുമ്പോൾ സന്തോഷവും, അത് ഇല്ലാണ്ടാകുമ്പോൾ ദുഃഖവും ഉണ്ടാവും. നേരെ മറിച്ച് കടലിനെ കാണുന്ന ആൾക്കോ അയാൾക്ക് എന്തില്ല? അയാൾക്ക് ദുഃഖവും ഇല്ല, സുഖവും ഇല്ല, ആനന്ദം മാത്രം. അതുകൊണ്ട് ആനന്ദമായിട്ടിരിക്കണമെങ്കിൽ മനസ്സിലാക്കണം, ഈശ്വരനെ ഉള്ളൂ. ആ സത്യം അറിയണം. ഇപ്പം ജന്മാദ്യസ്യ യതഃ എന്ന് പറഞ്ഞ അർത്ഥം അസ്യ ജന്മാദി യതഃ. അസ്യ ഈ പ്രപഞ്ചത്തിൻ്റെ എന്താണ്? അസ്യ പറഞ്ഞാൽ ഇതിൻ്റെ പറഞ്ഞാൽ ഈ കാണുന്നതിൻ്റെ. എന്തൊക്കെയോ നമ്മൾ കാണുന്നുണ്ടല്ലോ, എല്ലാവരും ഒന്നല്ല കാണുന്നത്. ഈ കാണുന്നതൊക്കെ എവിടുന്ന് ഉണ്ടായി? ഉണ്ടാവൽ മാത്രമല്ല, ആദി, ജന്മാദി എന്നാണ്. ഉണ്ടാവുക മാത്രമല്ല, ഉണ്ടായി ഇങ്ങനെ വളരില്ലേ? ഇപ്പം നമ്മുടെ കഥ തന്നെ നോക്കൂ. നമ്മൾ ജനിച്ചു കേട്ടോ, നമ്മളിങ്ങനെ വളരണില്ലേ? അതെങ്ങനെയാണ് വളരണത്? നമ്മൾ വളരാൻ വിചാരിച്ചിട്ടാ ആണോ? പറയൂ. അപ്പോൾ നമ്മൾ പറയും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാ, അല്ലെ? അങ്ങനെയല്ലേ പറയാം, നമ്മൾ കഴിച്ചിട്ടാ. ശരി, കഴിച്ചുകൊള്ളത് ശരിയാണ്. ബാക്കി നമുക്കറിയോ? നമുക്കിപ്പോൾ ചായക്ക് നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിക്കും. കഴിച്ചിട്ട് പിന്നെന്താ ഉണ്ടാവണം നമുക്കറിയോ? നമ്മൾ ചവച്ചരച്ച് ഇറക്കണുണ്ട്, ബാക്കി നമുക്കറിയോ? അവിടെ നിന്ന് ദഹിക്കണില്ലേ? അതെങ്ങനെയാണ് നടക്കണത്? അത് നമുക്ക് പറയാൻ പറ്റുമോ? എങ്ങനെ നമുക്കറിയോ? നമ്മുടെ ശരീരമാണ് സമ്മതിച്ചു. പക്ഷെ കഴിച്ച് കഴിഞ്ഞ് ഇഡ്ഡലി കഴിച്ചു വിചാരിക്കും, 4 ഇഡ്ഡലി കഴിച്ചു, അത് ഇറക്കണത് വരെ നമുക്ക് കർത്തൃത്വം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. അതിലും ഇല്ല എന്നുള്ളത് വേറൊരു വിഷയം, പോട്ടെ, അതുണ്ട് വിചാരിക്കുക. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദഹിപ്പിക്കണത് ആരാ? നമ്മളാണോ? നമ്മൾ തന്നെ ചക്രട്ട് തിരിക്കണം എന്ന് വിചാരിക്കുക. ദഹിപ്പിക്കുക നമ്മൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇഡ്ഡലി കഴിക്കില്ല. വയ്യട്ടോ, ഇനിയിപ്പോൾ ഞാനവിടെ പോയി ദഹിപ്പിക്കേ. ഇതിപ്പോൾ ചവയ്ക്ക് മാത്രമേ വേണ്ടൂ, ഇറക്ക് മാത്രമേ വേണ്ടൂ ഉള്ളത് കൊണ്ടാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പോവാനായി. ഇതാര് തീരുമാനിക്കുന്നു? ഇങ്ങനെ പുറമെ നോക്കേണ്ട തൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചത് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ല ഇതൊന്നും. നമ്മൾ പോലും ഏതോ ഒരു ശക്തിയുടെ നിയന്ത്രണത്തിലാണ്. ആ ശക്തിക്ക് നമുക്ക് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം, അത് അവനവൻ്റെ ഇഷ്ടമാണ്. അമ്മയെന്ന് വിളിക്കാം, അച്ഛാന്ന് വിളിക്കാം, ഭഗവതി എന്നോ ഭഗവാനെന്നോ അയ്യപ്പനെന്നോ ഗണപതിന്നോ എന്താ വെച്ചാൽ വിളിച്ചോളൂ, സംഗതി ഒന്ന് തന്നെയാണ്. ആ ശക്തിയെ നമ്മൾ സൗകര്യം പോലെ ഇഷ്ടമുള്ള പേര് വിളിക്കാം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഈ പ്രപഞ്ചത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ കാണുന്ന ജീവജാലങ്ങളൊക്കെ എവിടെ നിന്നുണ്ടായി, ഇതെങ്ങനെ നിലനിൽക്കുന്നു, എങ്ങനെ വളരുന്നു, എങ്ങനെ ക്ഷയിക്കുന്നു ആണ്. ആരും ഇവിടെ ക്ഷീണിക്കണം എന്ന് വിചാരിക്കാറില്ല. നമ്മളൊക്കെ ക്ഷീണിക്കണം എന്ന് വിചാരിക്കാറുണ്ടോ? രോഗം വരണമെന്ന് വിചാരിക്കാറുണ്ടോ? ഉണ്ടോ?
മരിക്കണമെന്ന് വിചാരിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ അല്ലേ, എന്നാലും അധികം ഇല്ല. പക്ഷേ മരിച്ചു പോകുന്നുണ്ട് അല്ലേ? ഇതെങ്ങനെ സംഭവിക്കുന്നു? നമ്മൾ ജനിച്ചാൽ വളരണില്ലേ? 10-24 വയസ്സ് വരെ അങ്ങോട്ട് വളർന്നു, പിന്നെ അങ്ങോട്ട് മാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലേ? പിന്നെയും വളരില്ല, കൊടിമരം പോലെ വളരൊന്നുമില്ല, പിന്നെ മാറ്റം സംഭവിക്കുന്നു. ഇതൊക്കെ എങ്ങനെ? ആര്? അപ്പോൾ നമ്മൾ പറയും ഒരു ശക്തി ഉണ്ട് എന്നാണ്, എനർജി. ആയിക്കോട്ടെ, എന്നാ എനർജി എന്താ വെച്ചാൽ വിളിക്കാം. നമുക്കിപ്പോൾ വിളിക്കുന്നതിന് വിരോധം എന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം. ഒരു സംഗതി ഉണ്ടല്ലോ, അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ലോകത്തുള്ള ഈശ്വരനെ വരെ എനിക്ക് നിഷേധിക്കാം, പക്ഷെ എനിക്ക് എന്നെ നിഷേധിക്കാൻ പറ്റുമോ? ഞാനില്ല പറയാൻ പറ്റുമോ? ഈശ്വരനില്ല നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഈശ്വരൻ ഇല്ല, സംഭവിച്ചു. താനില്ല എന്ന് പറയുമോ? ഞാനുണ്ട്. ആ ഞാനിയാണോ ഞങ്ങൾ ഈശ്വരൻ എന്ന് പറയണം? അഹം ബ്രഹ്മാസ്മി എന്നാണ് മഹാവാക്യം എന്നാണ്. ആ അഹത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. യതോവാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസംവിശന്തി തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മേയതി. യതോവാ ഇമാനി ഭൂതാനി ജായന്തേ എന്നാണ് ഉപനിഷത്തിൽ ചോദിക്കുകയാണ്. ശിഷ്യം വന്ന് ചോദിക്കുകയാണ്, എന്താണ് ബ്രഹ്മം ഗുരുനാഥ? ചോദിച്ചപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, ഈ കാണുന്നതൊക്കെ എവിടെ നിന്നുണ്ടായി, എവിടെ നിൽക്കുന്നു, എവിടേക്ക് ലയിക്കുന്നു, ആ തത്വം നീ അറിയൂ. അത് മനസ്സിലാക്കുന്നല്ല, അത് മനസ്സിലാവുന്ന വിഷയമല്ല, അതറിയുക അത്രയേ പറ്റുള്ളൂ. അതറിഞ്ഞാൽ അതുതന്നെയാണ് ബ്രഹ്മം. നമ്മളൊക്കെ നിൽക്കുന്നത് ആ ബ്രഹ്മത്തിലാണ്. എന്താണ് നിൽക്കുന്നത്? എവിടെയാണ്? ബ്രഹ്മത്തിലാണ്. നമ്മളത് നിൽക്കുന്നത് ബ്രഹ്മത്തിലായതുകൊണ്ട് സന്തോഷമാവുന്നില്ല. എന്താണ്? നമ്മൾ ഈശ്വരനിലാണ് നിൽക്കുന്നത് എന്ന് കരുതി സന്തോഷമാവുന്നില്ല. സന്തോഷമാവപ്പെടാം ഈശ്വരനിലാണ് നിൽക്കുന്നത് എന്നുള്ള സത്യം അറിഞ്ഞാലേ സന്തോഷമാവും. നമ്മുടെ കയ്യിൽ കാശ് ഉള്ളതുകൊണ്ട് നമുക്ക് സന്തോഷമൊന്നും ഉണ്ടാവില്ല. എന്ത് വേണം? കാശുണ്ട് എന്നുള്ളത് അറിഞ്ഞാലേ ആണോ അല്ലേ? 1 കോടി റുപ്യ പോരാ, 1 കോടി ഇപ്പോൾ ഒന്നുമല്ല, ഒരു 100 കോടി റുപ്യ ബാങ്കിലുണ്ട്. ആരുടെ? നിങ്ങളുടെ അല്ല, എൻ്റെ ബാങ്കിലുണ്ട്. പക്ഷെ എനിക്കത് അറിയില്ല. ഞാൻ അങ്ങനെ ചോദിക്കും, 20 റുപ്യ തരുമോ ചായ കുടിക്കാൻ? 20 റുപ്യ തരുമോ? പക്ഷെ എനിക്ക് എന്താ അറിയില്ല. എൻ്റെ കയ്യിൽ 100 കോടി ഉള്ളത് അറിഞ്ഞില്ലെങ്കിൽ സന്തോഷമുണ്ടോ? ഉണ്ടായിട്ട് കാര്യമില്ല. അറിഞ്ഞില്ലെങ്കിൽ സന്തോഷമില്ല. നേരെ മറിച്ച് അത് അറിഞ്ഞാലോ പിന്നെ ഇറക്കുമോ? ഇല്ല. കാരണം ഞാൻ മനസ്സിലാക്കി ഞാൻ ആരെന്നുള്ളത്. ഇതുപോലെ നമ്മളൊക്കെ ബ്രഹ്മത്തിലാണ്. ദുഃഖിക്കുന്നവനും സുഖിക്കുന്നവനും ബ്രഹ്മത്തിലാണ്. പക്ഷേ സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ, ദുഃഖിക്കാണ്ടിരിക്കണമെങ്കിൽ, ആനന്ദമായിട്ടിരിക്കണമെങ്കിൽ ബ്രഹ്മത്തിലാണ് ഇരിക്കണം എന്നുള്ള സത്യം തിരിച്ചറിയണം. ആ തിരിച്ചറിവാണ് എന്തുണ്ടാക്കുന്നത്? ഭാഗവതം ഉണ്ടാക്കുന്നത്. അസ്മൃത കണ്ഠമണി. ഈ ഭാഗവതം പറയും, കഴുത്തിലുള്ള നെക്ലേസ് മറക്കും പോലെ നമ്മൾ മറന്നുപോയി. നെക്ലേസ് ഇങ്ങനെ നോക്കിയാൽ കാണില്ലല്ലോ. കഴുത്തിൽ ഇറങ്ങി നിൽക്കുന്ന മാല ഇങ്ങനെ നോക്കിയാൽ കാണില്ലല്ലോ. ഈ തിരക്കുള്ള ബസ് കയറിയ അമ്മമാരൊക്കെ അങ്ങനെ പെട്ടെന്ന് ഞെട്ടുന്നത് കാണാം. ഗുരുവാരൊക്കെ വരിക്ക് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ട് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഇത് പോയി. 12 പവനൊക്കെ കെട്ടിപ്പോയ പിന്നെ വിഷമം ഉണ്ടാവില്ലേ? അപ്പോൾ അത് പോയി എന്ന് വിചാരിച്ചു, പെട്ടെന്ന് തൊട്ട് നോക്കിയപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആശ്വാസമായി. പോയി എന്ന് വിചാരിച്ചപ്പോൾ ദുഃഖമായി, ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആശ്വാസമായി. ഈ 7 ദിവസം ഭാഗവതം ചെയ്യണത് എന്താ വെച്ചാൽ പോയിട്ടില്ല. എന്താണ്? എവിടെയും പോയിട്ടില്ല. നമ്മൾ നഷ്ടപ്പെട്ടു സമാധാനം എന്ന് പറഞ്ഞിരിക്കുക. സമാധാനം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ബോധിപ്പിക്കുകയാണ് ഭാഗവതം ചെയ്യുന്നത്. പുതുതായിട്ട് ഉണ്ടാക്കുമെന്നല്ല. പുതുതായിട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇനി ഉണ്ടാക്കിയാലും നിലനിൽക്കില്ല. ഉണ്ടായതൊക്കെ ഇല്ലാണ്ടിയാവുകയെ. സമാധാനം ഉണ്ടായതാണെങ്കിൽ ഇല്ലാണ്ടിയാവും. സമാധാനം ഉണ്ടായതല്ല, അതുള്ളതാണ്. സച്ചിദാനന്ദരൂപായ അങ്ങനെയല്ലേ പറഞ്ഞത്? അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജന്മാദ്യസ്യതഃ. ഈ കാണുന്നതൊക്കെ എവിടെ നിന്നുണ്ടായി, എങ്ങനെ നിലനിൽക്കുന്നു, എന്തിലേക്ക് ചെന്ന് ലയിക്കുന്നു, അതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് പോയി ബ്രഹ്മത്തെ നമ്മൾ അറിയുക? അത് കേൾക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നും. ഭാഗവതത്തിലൊരു സമ്പ്രദായം എങ്ങനെയാണ്? രാവിലെ ചായയുടെ മുന്നിലുള്ള എല്ലാ പ്രഭാഷണം എങ്ങനെയായിരിക്കും? അത് വെറും വയറ്റ് കഴിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നാളെ കാബിലയാ പറയുക, മറ്റന്നാൾ ഭരതരഘുഗണ സംവാദം എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ വിചാരം ചെയ്യണം എന്നാണ്. അതിനുവേണ്ടി പാകത്തിനാണ് ഭാഗവത്തിൻ്റെ ഒരു ഘടന തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുണ്ടോ ഇല്ലയെന്ന് നോക്കണ്ട, അത് ശ്രമിക്കുക, അത്രയേ വേണ്ടൂ. നമ്മളുടെ പ്രയത്നം കൊണ്ടല്ല അതൊന്നും മനസ്സിലാവുക. നമ്മളിങ്ങനെ പ്രയത്നിക്കുന്നത് കാണുമ്പോൾ ആർക്ക് കാരുണ്യം തോന്നും? അപ്പോൾ അയാൾ ഇങ്ങനെ വന്നിരുന്ന് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാൽ മനസ്സിലാവട്ടെ എന്ന് ഭഗവാൻ വിചാരിക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ വന്ന് മെനക്കെടുമ്പോഴേ ഇത് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ മെനക്കെടാത്ത ആൾക്ക് ഭഗവാന്റെ കാരുണ്യമൊന്നും ഉണ്ടാവില്ല. എങ്ങനെയാണ് ഈ ബ്രഹ്മത്തെ അറിയാൻ സാധിക്കുക? അതാണ് അടുത്ത പദം. അന്വയാതിതരതഃ. എന്താണ്? ജന്മാദ്യസ്യതഃ അന്വയാതിതരതഃ. അന്വയയുക്തി, വ്യതിരേകയുക്തി, ഇങ്ങനെ 2 യുക്തികളാണ്. ഇത് പ്രകരണത്തിലാവുമ്പോൾ ഭാഷ പറയുമ്പോൾ പ്രയാസം ഉണ്ടാവും. പക്ഷേ മലയാളത്തിൽ നമുക്ക് പറയുമ്പോൾ എളുപ്പം മനസ്സിലാവും. അതങ്ങനെ സാങ്കേതിക പദങ്ങൾ പറയുമ്പോൾ ഒരു പ്രയാസം തോന്നുകയാണ്. അന്വയം വ്യതിരേകം എന്ന് പറഞ്ഞാൽ, അന്വയം എന്ന് പറഞ്ഞാൽ ചേർച്ച. എന്താണ്? അന്വയം എന്ന് പറഞ്ഞാൽ ചേർച്ച. വ്യതിരേകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീതം.
ഒരു ഉദാഹരണം പറയാം. തിരമാല ഉണ്ട്, കടലുണ്ട്. കടലുണ്ടെങ്കിലേ തിരമാലയുള്ളൂ. സത്യമല്ലേ? എന്താണ്? കടലുണ്ടെങ്കിലേ തിരമാലയുള്ളൂ. ഈശ്വരൻ ഉണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ. എന്താണ്? ഇതൊക്കെ കോപ്പി എഴുതി പഠിക്കണം നമ്മളിങ്ങനെ. ഈശ്വരൻ ഉണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ എന്നാണ്. കടലുണ്ടെങ്കിലേ തിരമാലുള്ളൂ. ഓടുണ്ടെങ്കിലേ വിളക്കുള്ളൂ. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയട്ടോ, എണീറ്റൊന്ന് പറയാം. അങ്ങനെയല്ല, അതിൽ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറയാം. സത്യമല്ലേ? ഈ പറഞ്ഞ സത്യമല്ലേ? തിരിച്ചു പറയാൻ പറ്റുമോ? വിളക്കുണ്ടെങ്കിലേ ഓടുള്ളൂ അല്ല. ഞാനുണ്ടെങ്കിലേ ഈശ്വരനുള്ളൂ അല്ല. പ്രപഞ്ചം ഉണ്ടെങ്കിലേ ഈശ്വരനുള്ളൂ അല്ല. പ്രപഞ്ചമില്ലെങ്കിലും ഈശ്വരനുണ്ട്. തിരമാലല്ലെങ്കിലും കടലുണ്ട്. വിളക്കില്ലെങ്കിലും ഓടുണ്ട്. ഉരുളിയുടെ രൂപത്തിലോ കിണ്ടിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് രൂപമൊന്നും ഇല്ലാണ്ട് ഒരു ഓടിൻ്റെ ഉണ്ടയായിട്ടോ ഓടുണ്ട്. വ്യക്തമുണ്ടോ? അന്വയുക്തി പറഞ്ഞാൽ എന്തുണ്ടെങ്കിലാണ് അതുള്ളത്. വ്യതിരേക യുക്തി പറഞ്ഞാൽ അതില്ലെങ്കിൽ ഒന്നുമില്ല. കടലുണ്ടെങ്കിലേ തിരമാല ഉള്ളൂ എന്നുള്ളതാണ് അന്വയുക്തി. തിരമാലല്ലെങ്കിലും കടലുണ്ട് എന്നുള്ളതാണ് വ്യതിരേക യുക്തി. ഇനി പ്രപഞ്ചത്തിലേക്ക് എടുത്താൽ ഈശ്വരനുണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ, ബോധമുണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ. ബോധമില്ലെങ്കിൽ പ്രപഞ്ചമില്ല, ഈശ്വരനില്ലെങ്കിൽ പ്രപഞ്ചമില്ല. ഇനി പ്രപഞ്ചമില്ലെങ്കിലും ഈശ്വരനുണ്ട്. ഈ സത്യം തിരിച്ചറിഞ്ഞാൽ ദുഃഖമില്ല. ഇതാണ് അന്വയുക്തി, വ്യതിരേക യുക്തി. എന്തിനോട് നമുക്ക് താല്പര്യം ഉണ്ടാകുമ്പോഴും ഈ താല്പര്യം ഉണ്ടാവാൻ കാരണം അതിൽ ഈശ്വരൻ ഉള്ളത് കൊണ്ടാണ് തിരിച്ചറിഞ്ഞാൽ വിഷമം ഉണ്ടാവില്ല. എന്ത് ചെയ്യുമ്പോഴും ആ ചിന്ത ഉണ്ടാവുക. ഭഗവാനെ മറക്കാണ്ടിരിക്കുക എന്ന് ഭക്തി സമ്പ്രദായത്തിൽ പറയും. വേദാന്തികൾ എന്ത് പറയും? എന്ത് ചെയ്യുമ്പോഴും ബ്രഹ്മത്തെ ചിന്തിക്കുക. അതാണ് ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിഹി, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവതേന ഗന്തവ്യം, ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മകർമ്മ സമാധി. എന്ത് ചെയ്യുമ്പോഴും, ചായ ഉണ്ടാക്കുമ്പോഴും ഈശ്വര പൂജ, ബ്രഹ്മത്തെ പൂജിക്കുകയാണ് ഞാൻ. ചായ കുടിക്കുമ്പോഴും ബ്രഹ്മത്തെ, ഈശ്വര വിചാരം. എന്ത് ചെയ്യുമ്പോഴും, എവിടെ ഇരിക്കുമ്പോഴും, ഇനി അടുക്കളപ്പണി ചെയ്യുമ്പോഴും യുദ്ധം ചെയ്യുമ്പോഴും ഒക്കെ ഈ ചിന്ത വെച്ചാൽ ഒട്ടലുണ്ടാവില്ല, ഒന്നിനോടൊരു ഭ്രമം ഉണ്ടാവില്ല, നല്ല സമാധാനം അനുഭവിക്കാൻ സാധിക്കും. അതാണ് വിഷയം. ഇനി ഈ ബ്രഹ്മം എവിടെയാണ് ഇരിക്കുന്നത്? അർത്ഥേഷു അഭിജ്ഞഃ. എല്ലാത്തിലും ഉണ്ട്. ഈ ബ്രഹ്മമില്ലാത്ത സ്ഥലം ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മത്തിലാണ് എല്ലാം. നമ്മൾ പലതും കാണുന്നുണ്ടല്ലോ, നമ്മുടെ തോന്നലാണ്. അതൊക്കെ ഇരിക്കുന്നത് എവിടെയാണ്? ഈ കസേര ഇരിക്കുന്നത് പ്ലാസ്റ്റിക്കിലാണ്. എവിടെയാണ് കസേര ഇരിക്കുന്നത്? പ്ലാസ്റ്റിക്കിൽ എന്ന് പറയുമ്പം അങ്ങനെ പറയാം നമുക്ക്. ആദ്യം നമ്മൾ അങ്ങനെ പറയും. പിന്നെ ഒന്നും കൂടി നമുക്ക് വിചാരം ചെയ്യുമ്പോൾ മനസ്സിലാവും, പ്ലാസ്റ്റിക് വേറെ കസേര വേറെ. അങ്ങനെ ഉണ്ടോ? ആ കസേരയിൽ നിന്ന് ഞാൻ പ്ലാസ്റ്റിക് ഇങ്ങോട്ട് മാറ്റിയ പിന്നെ കസേര ഉണ്ടോ? എന്നിൽ നിന്ന് ഞാൻ ഈശ്വരനെ ഇങ്ങോട്ട് മാറ്റിയ ഞാനുണ്ടോ? ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഈശ്വരനെ മാറ്റിയാൽ പിന്നെ പ്രപഞ്ചം ഉണ്ടോ? വിളക്കിൽ നിന്ന് ഓടം കണ്ട് മാറ്റിയ പിന്നെ വിളക്കുണ്ടോ? മനസ്സിലാവുണ്ടോ? ഇയാൾ രാവിലെ തന്നെ ഈ വിളക്ക് ഓടിയിട്ട് തുടങ്ങിയല്ലോ എന്ന് വിചാരിക്കുമോ? ഇതല്ലാണ്ട് വേറൊന്നും പറയാനില്ല. ഇപ്പം 7 ദിവസം തന്നെയാവും പറയുക. ഒക്കെ എടുത്തു വെച്ചോളൂ, ഓട് കിണ്ടി വിളക്കൊക്കെ. ഇതല്ലാണ്ടൊന്നും പറയാനില്ല. എന്തിനത് പറയണമെന്ന് ചോദിച്ചാൽ ദുഃഖം നീങ്ങാൻ വേണ്ടി മാത്രമാണ്. ഇങ്ങനെ വിചാരം ചെയ്താൽ ദുഃഖമില്ലാണ്ട കഴിയുക. ജ്ഞാനികളൊക്കെ ഈ വിചാരം ചെയ്തിട്ടാണ് ദുഃഖമില്ലാണ്ട് ഈ ലോകത്ത് ഇരിക്കുന്നത്. എന്ത് സംഭവിച്ചാലും കുലുങ്ങില്ലല്ലോ. എന്താ കാരണം? ഈ വിചാരം അവർക്കുണ്ട്. ബ്രഹ്മത്തെ അവരറിഞ്ഞു. അതാണ് അർത്ഥേഷു അഭിജ്ഞഃ. എല്ലാ വസ്തുക്കളിലും ഉണ്മയായിട്ടിരിക്കുന്നത് ആരാ? ഈ ഭഗവാനാണ്. ഭഗവാന്റെ വിശേഷണമാണ് സത്ത്. ഉണ്മ എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊക്കെ ഉണ്ട് എന്നല്ലേ പറയാ, അല്ലേ? ഉണ്ടെന്ന് പറയുന്നതിലൊക്കെ ശരിക്കും നമ്മൾ ഉണ്ട് പറയുമ്പോൾ എന്താ പറയണമെന്ന് അറിയോ? ഈശ്വരൻ ഉണ്ടെന്നാണ് പറയണത്. എന്താണ്? എന്തും നമ്മൾ ഉണ്ടെന്ന് പറയണുണ്ടെങ്കിൽ എന്താ പറയണത്? അതിൻ്റെ അർത്ഥം ഈശ്വരനുണ്ടെന്നാണ്. കസേരയുണ്ട്, ഈശ്വരനുണ്ട്. ഞാനുണ്ട്, ഈശ്വരനുണ്ട്. നീയുണ്ട്, ഈശ്വരനുണ്ട് എന്നാണ് പറയണത്. ഉണ്ട് എന്നുള്ളത് ഭഗവാന്റെ സമ്പ്രദായമാണേ, ഭഗവാന്റെയാണത് ഉണ്മ. അതാണ് അഭിജ്ഞഃ. സ്വരാട്. ആ ഭഗവാൻ സ്വയം പ്രകാശിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇവിടെ ഓഫാവാത്ത ഒരേ ഒരു സംഗതി ഈശ്വരൻ മാത്രമാണ്, ആത്മാവ് മാത്രമാണ്. നമ്മുടെ ശരീരം ഇടയ്ക്ക് ഓഫാവാറുണ്ട്, ഇല്ലേ? ഇടയ്ക്ക് മനസ്സും ഓഫാവാറുണ്ട്. ഞാൻ ഓഫാവാറുണ്ടോ? ആ ചോദ്യം ഉറങ്ങുമ്പോഴും ഓഫാവാറില്ല, ഇല്ലേ? എന്താ കാരണം? രാവിലെ എന്താ പറയുക? ഇന്നലെ ഞാൻ സുഖമായിട്ട് ഉറങ്ങിച്ചാൽ സുഖം അനുഭവിക്കാൻ അയാൾ അവിടെ ഉണ്ടായിരുന്നു, ഓഫായിട്ടില്ല. ഒന്നും അറിഞ്ഞില്ല പക്ഷേ ഞാൻ കേട്ടോ.
സുഖമായിട്ട് ഉറങ്ങി. രണ്ടും കൂടി പറയുമല്ലോ, അല്ലെങ്കിൽ ഒന്നും പറയും. ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ ഉടനെ എന്താ പറയണത്? സുഖമായിട്ട് ഉറങ്ങി. ഇപ്പോൾ സുഖം എന്നുള്ളത് എങ്ങനെ അറിഞ്ഞു? ഒന്നും അറിഞ്ഞില്ല പറഞ്ഞത് ആരാന്നറിയോ? നമ്മുടെ മനസ്സാ. മനസ്സ് പറഞ്ഞു എനിക്ക് അവിടേക്ക് പ്രവേശമില്ല, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ വാതിലടച്ചു. ബോധം പറഞ്ഞു നീ ഇങ്ങോട്ട് വരണ്ട. ഇപ്പോഴൊക്കെ നമുക്ക് മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ജാഗ്രത അവസ്ഥയിൽ മനസ്സും ശരീരമൊക്കെ ഉണ്ട്. പക്ഷേ ഉറക്കത്തിൽ എന്തില്ല? സ്വപ്നം കൊണ്ട് കാണാത്ത ഉറക്കത്തിൽ അവിടെ ബോധം മാത്രമേ ഉള്ളൂ. അവിടെ ആരുണ്ട്? ഞാൻ ഉണ്ട്. ഇതിൽ വല്ല സംശയമുണ്ടോ? ഉണ്ടോ? ഉറക്കത്തിൽ ഞാൻ ഇല്ലാണ്ടിയാവുണ്ടോ? ഉണ്ടോ? ഇല്ല. ഞാനെപ്പോഴും ഉണ്ട്. ഞാൻ ഈ മനസ്സല്ല, ശരീരമല്ല. ഉറങ്ങുന്ന ആൾക്ക് ഞാൻ പുരുഷനാണോ സ്ത്രീയാണോ ഉള്ളതൊന്നും നിശ്ചയില്ല. എത്ര വയസ്സായതൊന്നും അയാൾക്ക് അറിയില്ല. എത്ര രൂപ ശമ്പളം വാങ്ങേണ്ടതൊന്നും ഉറങ്ങുന്ന ആൾക്ക് അറിയില്ല. മനുഷ്യനാണോ മൃഗമാണോ സസ്യമാണോ എന്ന് പോലും ഉറങ്ങണ വ്യക്തിക്ക് അതാണ് നമ്മൾ. ഈ ഉണർന്നിരിക്കണ ഞാനല്ല ഞാൻ. ഉറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ ആ ഒരു ബോധം മാത്രമേ അവിടെ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്ര കണ്ട് സന്തോഷം. ഉറങ്ങുമ്പോൾ സുഖമാണ്. ശരിക്കും പറഞ്ഞാൽ സുഖമല്ല കേട്ടോ. ഉറങ്ങുമ്പം സുഖമൊന്നുമല്ല, നമ്മളങ്ങനെ പറയുകയാണ്. നമുക്കിപ്പോൾ സുഖവും ദുഃഖവും മാത്രമല്ലേ നിശ്ചയുള്ളൂ. ഉറങ്ങുമ്പം ആനന്ദം. എന്താണ്? ആനന്ദമാണ് അവിടെ വിഷയം. ശരിക്കും പറഞ്ഞാൽ ദുഃഖം അറിഞ്ഞില്ല, അത്രയേ ഉള്ളൂ. എന്താണ്? ഈ പ്രപഞ്ചത്തിലുള്ള ദുഃഖമൊന്നും ഞാൻ ഉറങ്ങുമ്പം അറിഞ്ഞില്ല. അത് വലിയൊരു ആനന്ദമായിട്ട് തോന്നുകയാണ്. ഇതൊന്നും അറിയാണ്ടിരുന്നാൽ തന്നെ ആനന്ദമാണ്. അപ്പോൾ അതാണ് ഇവിടെ വിഷയം. അർത്ഥേഷു അഭിജ്ഞ സ്വരാട്. അയാൾ സ്വയം പ്രകാശിക്കുന്നവനാ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ ആവശ്യമില്ലാതെ തന്നെ സ്വയം തെളിയുന്നത്. നമുക്ക് ഈ വിഷയങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ വേണം. എനിക്കിപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ പലതിൻ്റെ സഹായം വേണം. എന്ത് വേണം? എനിക്ക് കണ്ണ് വേണം. ഞാൻ കണ്ണടച്ചാൽ നിങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റും? പറ്റില്ലേ? പറ്റും. ശബ്ദം ഉണ്ടാക്കി വന്നാൽ ചെവി കൊണ്ട് അറിയാം, ആ വല്യമ്മ വന്നിട്ടുണ്ട് കേട്ടോ, ബഹളം തുടങ്ങി. അങ്ങനെ ചെവി കൊണ്ട് എനിക്ക് മനസ്സിലാക്കാം കണ്ണടച്ചാലും. ഇനി ചെവിയും കണ്ണും ഇല്ലെങ്കിലും എനിക്ക് മനസ്സിലാക്കാം. എങ്ങനെ? പൗഡറിൻ്റെ വാസന നോക്കിയിട്ട് എത്തി എന്നുള്ളത് മനസ്സിലാക്കാം ശീലം കൊണ്ട്. അല്ലെങ്കിൽ തൊട്ടിട്ട് മനസ്സിലാക്കാം, രുചിച്ചിട്ട് മനസ്സിലാക്കാം. അത്രയല്ലേ പറ്റുള്ളൂ. ഈ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടല്ലേ എനിക്ക് ഈ പ്രപഞ്ചത്തെ അറിയാൻ പറ്റുള്ളൂ. എനിക്കിപ്പം ഈ 5 ഇന്ദ്രിയങ്ങളും ഇല്ല എന്ന് വിചാരിക്കുക, എനിക്കിവിടെ നടക്കണമെന്നൊന്നും അറിയാൻ പറ്റില്ല. പക്ഷെ അപ്പോഴും എനിക്ക് എന്തറിയാം? ഞാനുണ്ട് എന്നുള്ളത് അറിയാം. എനിക്ക് ഞാനുണ്ടെന്ന് അറിയാൻ എന്ത് വേണ്ട? കണ്ടു വേണോ? വേണോ? ഇരുട്ടത്ത് കൊണ്ടിരുത്തി താൻ ഉണ്ടോ അവിടെ ചോദിക്കുമ്പം കറണ്ട് വരട്ടെ എന്നൊന്നും പറയും. ഞാനുണ്ട്, എനിക്കതറിയാം. മറ്റുള്ളവരുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. വേറൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അവരുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇവിടെ ഉണ്ട്. അതെങ്ങനെ അറിഞ്ഞു? തൊട്ട് നോക്കിയോ? താൻ ഉണ്ടോ അവിടെ? ഉണ്ട് കേട്ടോ, ഉണ്ട്. അങ്ങനെയുള്ള പ്രശ്നം നമുക്കുണ്ടോ? രാവിലെ എണീക്കുമ്പോൾ ഞാൻ ആരാന്ന് മാറിപ്പോവാറുണ്ടോ? 10 ആൾ കിടക്കണുണ്ട്, ഇതിലിപ്പോൾ ആരാ ഞാൻ? ഉണ്ടോ? അത് പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. പണ്ടൊരു സന്യാസി ചെരുപ്പിട്ട് കിടക്കുക. അപ്പോൾ അടുത്തുള്ള ആൾ ചോദിച്ചു, താൻ എന്താ ഈ ചെരുപ്പിട്ട് കിടക്കണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാവിലെ എണീറ്റാലേ 10-12 പേര് കിടക്കണുണ്ടല്ലോ, ഇതിൽ ആരാ ഞാൻ എന്ന് മനസ്സിലാവാനാ. നമുക്ക് മറ്റുള്ളതൊക്കെ മാറിപ്പോകും ചിലപ്പം, ആളെയൊക്കെ കൂടുള്ളവരെ തന്നെ മാറിപ്പോവാറുണ്ടോ? എന്താ അങ്ങനെ സംഭവിക്കണം? അതാണ് ചിന്തിക്കേണ്ടത്, വിചാരം ചെയ്യേണ്ട വിഷയമായി പറയണത്. എനിക്ക് ഞാനുണ്ടോ എന്ന് അറിയാൻ പുസ്തകം വായിക്കണോ? 7 ദിവസം ഭാഗവതം പഠിച്ചിട്ട് ഞാൻ പറയാം ഞാനുണ്ടോ ഇല്ലേ? വേണ്ട. ഗുരുനാഥൻ പറഞ്ഞു തരണോ? വേണോ? ഇനി ഒരു ഗുരുനാഥൻ പറഞ്ഞു വിചാരിക്കുക താനില്ല, അത് നമ്മൾ സംഭവിക്കുമോ? ബാക്കിയൊക്കെ നമുക്ക് സംഭവിക്കും. ഈശ്വരല്ല പറഞ്ഞാൽ ആയിക്കോട്ടെ, സംഭവിക്കാം. ഞാനില്ല പറഞ്ഞാൽ അത് വേറെ, അത് വേണ്ട. കാരണം എനിക്കറിയാം ആരുണ്ടെന്ന്, ഞാനുണ്ട് എന്നുള്ളത് എനിക്ക് അറിയാം. അതാണ് അർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദ ആദികവയെ. പണ്ട് ആദികവിയായിരിക്കുന്ന ബ്രഹ്മാവിന്, ആരാ ആദികവി? അന്നാളല്ലേ കർക്കടക മാസത്തിൽ തിരുമേനി പറഞ്ഞത് ആദികവി വാൽമീകിയാന്ന്. അത് കർക്കടക മാസത്തിൽ ആദികവി ബ്രഹ്മാവാണ് വാസ്തവത്തിൽ. വാൽമീകിയാണോ ചോദിച്ചാൽ നമ്മൾ പറയും, ഇത് പുരാണ ക്വിസിലൊക്കെ പങ്കെടുക്കുമ്പോൾ അങ്ങനെ എഴുതിക്കോളൂ കേട്ടോ. മാർക്ക് കിട്ടണം എന്നല്ലേ ഉദ്ദേശം. മാർക്ക് കിട്ടാൻ, അവാർഡ് വാങ്ങാൻ, പൊന്നാട അണിയിക്കാനൊക്കെയാണ്. അങ്ങനെയൊക്കെ വെച്ചാൽ എഴുതിക്കോളൂ വാൽമീകിന്ന്. അതൊന്നും ഉദ്ദേശമില്ല. ശാന്തിയെ വേണ്ടുവെങ്കിൽ മനസ്സിലായിക്കോളൂ, ആദികവി ബ്രഹ്മാവൊന്നുമല്ല, ബ്രഹ്മാവാണ്. അല്ല, ആദികവി വാൽമീകിയല്ല, ബ്രഹ്മാവാണ്. ഏതാ ബ്രഹ്മാവ് രചിച്ച ആദികാവ്യം? ഈ കാണുന്ന പ്രപഞ്ചം. ഇതുണ്ടായതിനു ശേഷമല്ലേ രാമായണം ഉണ്ടായുള്ളൂ അല്ലേ? എന്നിട്ടല്ലേ വാൽമീകി ഉണ്ടായിട്ടുള്ളൂ. ബ്രഹ്മാവ് രചിച്ച മനോഹരമായ കാവ്യമാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചമാകുന്ന മഹാകാവ്യം രചിച്ച ആളാണ് ആര്? ബ്രഹ്മാവ്. അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ ആദികവി എന്ന് വിളിക്കുന്നത് ഭാഗവതത്തിൽ. അപ്പോൾ ആദികവിയായിരിക്കുന്ന ബ്രഹ്മാവ് സൃഷ്ടിച്ച സമയത്ത് ആകെ പരിഭ്രമം ഉണ്ടായി. സൃഷ്ടിയുടെ ആദ്യത്തിൽ ദുഃഖം ഉണ്ടായി. നമുക്കൊക്കെ ഉണ്ട്, നമുക്കൊക്കെ ഈ ദുഃഖമുണ്ട്. നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ദുഃഖമാണ് ഉണ്ടാവുന്നത്. ഉണ്ടായ കുട്ടിക്ക് അറിയല്ലേ ചിരിക്കുക? കരയാ പറഞ്ഞ് ദുഃഖിച്ച് വരില്ലേ?
അല്ലെങ്കിൽ ചിരിച്ചു വരണ്ടേ? പിന്നെയൊക്കെ ദുഃഖം തന്നെയാണ്. പിന്നെ നമ്മളത് ശീലമായി. കുറേ കാലം ദുഃഖിച്ചാൽ പിന്നെ എന്തായി? ശീലമാവുമല്ലോ. പണ്ടൊരാൾ ജോത്സ്യനെ പോയി കാണിച്ചു. 40 വയസ്സായി, ആകെ വിഷമാണ്, എന്നും പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു 45 കൊല്ലം വരെ ഇങ്ങനെ തന്നെയാവും എന്ന് പറഞ്ഞാൽ 45 വയസ്സ് ഇപ്പോൾ 40ആയി, ഇപ്പോൾ തന്നെ വിഷമം. ഒരു 5 കൊല്ലം കൂടി. അപ്പോൾ ഇയാൾ ചോദിച്ചു 45 കഴിഞ്ഞാലോ? 5 കൊല്ലം കൂടി കഴിഞ്ഞാൽ ശീലമായില്ലേ എന്ന് പറഞ്ഞാൽ അതന്നെയുള്ളൂ. അപ്പോൾ ശീലം കൊണ്ട് നമുക്കത് വലിയ പ്രശ്നമായി തോന്നണില്ല എന്നേ അർത്ഥമുള്ളൂ. ആദ്യ കവിയായിരിക്കുന്ന ബ്രഹ്മാവ് സൃഷ്ടിയുടെ ആദ്യത്തിൽ ഈ സത്യം അറിയാതെ ദുഃഖിച്ച സമയത്ത് വിചാരം ചെയ്തു. തപസ് ചെയ്തു പറഞ്ഞാൽ വിചാരം ചെയ്തു, ഉള്ളിലേക്ക് തിരിഞ്ഞു. കുറേയൊക്കെ പുറമെ നോക്കി, പക്ഷെ കിട്ടിയില്ല. പിന്നെ അവസാനം ഉള്ളിലേക്ക് തിരിഞ്ഞ സമയത്ത് ആദികവയേ ഹൃദാ ബ്രഹ്മ തേനേ ആണ്. ആ ബ്രഹ്മത്തെ വിസ്തരിച്ചു. ആര്? ഭഗവാൻ. ഈ ബോധം ഉള്ളിൽ തന്നെ, തൻ്റെ ആത്മാവ് തന്നെ തനിക്ക് ഉപദേശിച്ചു തരിക. പുറമേ നിന്നൊരാളല്ല, ആത്മാവ് തന്നെ ഗുരുവായിട്ട് മാറി ഉപദേശിക്കുക. ബ്രഹ്മദേവൻ്റെ ഉള്ളിലുള്ള വിഷ്ണു ഭഗവാൻ ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുത്തു. എങ്ങനെ ഉപദേശിച്ചു? ഹൃദയം കൊണ്ട് ഉപദേശിച്ചു എന്നാണ്. കാരുണ്യം കൊണ്ട് ഉപദേശിച്ചു. താൻ ആരെന്നുള്ള സത്യം വെളിപ്പെടുത്തി ആണ്. ആരെന്നുള്ളത് പറഞ്ഞു കൊടുത്തു. ഇതറിയാത്തോടെ നമുക്കൊക്കെ ദുഃഖം. ഞാൻ ആരാന്ന് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ദുഃഖം ഉണ്ടാവുക. അവനവനെ അറിയാണ്ട് ലോകം മുഴുവൻ അറിഞ്ഞാലും ദുഃഖം നീങ്ങില്ല. ആ തത്വം അറിഞ്ഞ സമയത്തോ ബ്രഹ്മാവിന് സമാധാനമായി. അദ്ദേഹം സൃഷ്ടിച്ചുവെങ്കിലും ഒന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല. പല കർമ്മങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും ആരെ ബാധിക്കുന്നില്ല? ബ്രഹ്മാവിനെ ബാധിക്കുന്നില്ല. കാരണം ഈ തത്വം ആരറിഞ്ഞു? ബ്രഹ്മാവ് അറിഞ്ഞതുകൊണ്ടാണ്. പക്ഷേ ഈ തത്വം പലർക്കും അറിയില്ല. അവരൊക്കെ ദുഃഖിക്കുന്നുണ്ട്. മുഹ്യന്തിയത് സൂരയഃ അഭിമുഹ്യന്തി. സൂരയഃ എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവികൾ. ഇവിടെ കാശുള്ളവർ, സൗന്ദര്യമുള്ളവർ, ആരോഗ്യമുള്ളവർ, ഇവരൊക്കെ ദുഃഖിക്കുന്നത് കാണാം. കാരണം കാശ് കൊണ്ടോ അറിവ് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ഈ ദുഃഖം നീങ്ങില്ല. പഠിപ്പ് കൊണ്ട് നീങ്ങോ? ഇല്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും പഠിപ്പുള്ളവനാവണം ഏറ്റവും സമാധാനമായിട്ടിരിക്കേണ്ടത്, അല്ലേ? ആണോ? അല്ലേ? ബുദ്ധി കൊണ്ട് ഈശ്വരനെ കിട്ടുമെങ്കിൽ ഏറ്റവും ബുദ്ധിയുള്ളവനാവണം ഏറ്റവും സമാധാനം അനുഭവിക്കുന്നത്. ലോകത്ത് ബുദ്ധി ഇല്ലാത്തവർക്ക് ആ സമാധാനം. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് ഇവിടെ ബുദ്ധി കൊണ്ടൊന്നും കിട്ടില്ല. എന്താ വേണ്ടത്? ശ്രദ്ധയാണ് വേണ്ടത്. എന്താ വേണ്ടത്? അതുകൊണ്ടാണ് ഗീതയിൽ ബുദ്ധിമാൻ ലഭതേ ജ്ഞാനം എന്നല്ല പറഞ്ഞത്. പിന്നെയോ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവനെ അറിവുണ്ടാവുള്ളൂ. മുഹ്യന്തി യത് സൂരയഃ. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊക്ക് കൊണ്ട് അറിയാൻ ശ്രമിച്ചാൽ ഒരിക്കലും ഈ ഈശ്വരനെ കിട്ടില്ല. നമ്മളിപ്പോൾ അതാ ശ്രമിക്കുന്നത്. നമ്മൾ ചൊവ്വയെ പോയി നോക്കുന്നുണ്ട്, ചന്ദ്രനിൽ പോയി നോക്കുന്നുണ്ട്, അവിടെയും കൂടി കുട്ടിച്ചോറാക്കാൻ നോക്കുകയാണ്. തിരക്കിടൊന്നുമില്ല. പക്ഷേ ഈ സത്യം അറിയാണ്ട് ചൊവ്വയിൽ പോയിട്ടും കാര്യമൊന്നുമില്ല. ഈശ്വരനെ അറിഞ്ഞ് എവിടെ പോയാലും സമാധാനമായിട്ടിരിക്കുക. എവിടെ ഇരുന്നാലും കുഴപ്പമില്ല, അവിടെ പോയാലും കുഴപ്പമില്ല. അതാണ് മുഖ്യം. അതുകൊണ്ടാണ് സൂര്യകൾ പോലും മോഹിക്കുന്നത്. അവർ കീറിമുറിച്ച് ഈശ്വരൻ എവിടെ നോക്കുകയാണ്. സുഖം എവിടെ നിന്ന് ഇങ്ങനെ കീറിമുറിച്ച് അന്വേഷിച്ചാൽ കിട്ടുമോ? എത്ര കാലം നമ്മൾ അന്വേഷിക്കണം? സുഖമായോ? ഈശ്വരനെ അറിഞ്ഞാൽ എന്നാണ്. കണ്ണുകൾ 5 തെരുതര വീണു വണങ്ങിയോതിടേണം. ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് തിരിച്ചാൽ അറിയാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ പുറമേക്ക് നോക്കാണ്ടിരിക്കുക, അകത്തേക്ക് ശ്രദ്ധിക്കുക, തന്നെ ശ്രദ്ധിക്കുക. അങ്ങനെ വിചാരം ചെയ്യാനുള്ളൊരു ബുദ്ധി ഉണ്ടെങ്കിൽ, ആ ഒരു കഴിവുണ്ടെങ്കിൽ ഈ തത്വം വ്യക്തമായിട്ട് മനസ്സിലാവും. തേജോവാരി മൃദാം. ജനങ്ങൾ ഇവിടെ ദുഃഖിക്കുന്നത് എങ്ങനെ കാണിച്ചു തരികയാണ്. എങ്ങനെയാണ് മോഹിക്കുന്നത്? ബുദ്ധിയുള്ളവർ പോലും എങ്ങനെ മോഹിക്കുന്നു? ഒരു ഉദാഹരണം വേണ്ടേ? ഇല്ലാത്തത് കണ്ടുണ്ടെന്ന് വിചാരിച്ച് ക്ലേശിക്കുക. ഇല്ലാത്തൊരു സംഗതി, എന്തൊക്കെ കാര്യം അങ്ങനെ ഉണ്ടല്ലേ? ഭൂതം ഇല്ലാത്തൊരു സംഗതി നമ്മൾ പേടിക്കാറില്ലേ? പ്രേതം അല്ലേ? അങ്ങനെയൊക്കെ പലതും ആ കുട്ടിക്കാലത്തെ കേട്ട് പഠിച്ചതുകൊണ്ട് അങ്ങനെ പേടി വരികയാണ്. വെള്ളിയാഴ്ചയായ പേടിയായി, 12 മണിന്ന് കേട്ട പേടിയായി. ഇല്ലാത്തൊരു സംഗതിയെ ആലോചിച്ച് നമ്മൾ പേടിക്കാറില്ലേ? അരണ്ട വെളിച്ചത്തിൽ പാമ്പാ തോന്നി, ആകെ പേടിച്ചു. എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങണില്ല. എവിടെയും പോകില്ല. അമ്പലത്തേക്ക് പോകില്ല. സപ്താഹം കേൾക്കാൻ ഞാനില്ല, മുറ്റത്ത് തന്നെ ഒരു പാമ്പ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. യാത്ര നടക്കുമോ? എന്നെങ്കിലും അയാൾ പുറത്തേക്ക് ഇറങ്ങുമോ? ഇതാ നമ്മുടെ ജീവിതമൊക്കെ വഴിമുട്ടി നിൽക്കുകയാണ്. എന്തറിയാനായിട്ട്? സത്യം അറിയാതെ പ്രപഞ്ചം കണ്ട് വിഷമിക്കുകയാണ്. ഇതൊരു പാമ്പാണ്, അത് കൊത്തുന്നുണ്ട്, ചീറ്റുന്നുണ്ട് തോന്നിയാൽ ദുഃഖം ഉണ്ടാവുക. നേരെ മറിച്ച് ഒന്ന് ഇറങ്ങാൻ പുറപ്പെടും, ഒന്ന് വിചാരം ചെയ്യാൻ, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഇനി അത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു ടോർച്ച് കയ്യിലെടുത്തോളൂ. ടോർച്ച് എടുത്തു. ഇനി അത്രയും കുറച്ചുകൂടി പേടിയുണ്ട്, ഒരു മട്ടലും കയ്യിലെടുത്തോളൂ, ഒരു വടിക്കഷ്ണവും. അഥവാ പാമ്പാണെങ്കിൽ പറ്റിച്ച മണ്ടയ്ക്കൊന്ന് കൊടുക്കുക എന്ന് കരുതി ഒരു വടിക്കഷ്ണവും ടോർച്ച് കൊടുത്ത് മെല്ലെ ഇങ്ങോട്ട് നടന്നു. ടോർച്ച് അടിച്ചു നോക്കിയപ്പം അത് കയറാ. അത് അഴ കെട്ടിയതിൻ്റെ കയറ് അഴിഞ്ഞു വീണതാ മഴയത്ത്. പക്ഷെ കണ്ടപ്പോൾ നമുക്കെന്ത് തോന്നി? പാമ്പാ തോന്നിയപ്പം വഴിമുട്ടിയില്ലേ? അതാ പ്രശ്നം. പാമ്പാ തോന്നി എന്താ കുഴപ്പം ചോദിച്ചാൽ ടെൻഷൻ ഉണ്ടാവും, അത്രയേ ഉള്ളൂ.
ഈ പ്രപഞ്ചമായിട്ട് കണ്ട എന്താ കുഴപ്പം തിരുമേനി? ഈശ്വരനെ അറിഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം? ദുഃഖിക്കേണ്ടി വരും, ഭയക്കേണ്ടി വരും, അത്രേ പറയുള്ളൂ. കുഴപ്പമൊന്നുമില്ല. ആർക്കാ കുഴപ്പം? അതൊന്നും കുഴപ്പമില്ല. തേജോവാരി മൃതാം, തേജസ് കണ്ട് വെള്ളം എന്ന് വിചാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നാണ്. എന്താണ്? അഗ്നി കണ്ട് വെള്ളം എന്ന് വിചാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എടുത്ത് ചാടിയതാ എവിടേക്ക്? വെള്ളം എന്ന് കരുതിയിട്ടെ. പൊള്ളില്ലേ? അങ്ങനെയല്ലേ നമ്മൾ ജീവിതത്തിൽ പൊള്ളിക്കൊണ്ടിരിക്കുകയല്ലേ, സത്യം അറിയാതെ നീറി പുകയല്ലേ. ഈശ്വരനെ അറിയാത്തതുകൊണ്ടുള്ള കുഴപ്പമായി പറയണത്. തേജോവാരി, നല്ല ചൂട് സമയത്ത് അല്ലെങ്കിൽ നല്ല വെയിലുള്ള സമയത്ത് റോഡിലൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ എന്ത് തോന്നും? വെയിലടിച്ചിട്ട് തോന്നുന്നത് എന്താ? വെള്ളം തോന്നുകയാണ്. വെയിലാണത്, അഗ്നിയാണത്. പക്ഷെ എന്താ തോന്നി? വെള്ളം തോന്നണില്ല. ഇതുപോലെ നമ്മൾ ഓടുകയാണ്. മരുമരീചിക്കുക എന്നാ പറയുക. മരുഭൂമിയിൽ അങ്ങനെ ഒരു പ്രതിഭാസമുണ്ട്. അവിടെ വെള്ളം ഉണ്ടെന്ന് തോന്നും, ദൂരത്തായിട്ട് വെള്ളം ഉണ്ടെന്ന് തോന്നും. ഇപ്പം നല്ല ദാഹം തോന്നുമ്പോൾ നമ്മളെന്ത് ചെയ്യും? കുറച്ചങ്ങോട്ട് നടന്നാൽ വെള്ളം കിട്ടുട്ടോ എന്ന് കരുതി അവിടെ എത്തുമ്പോൾ എന്ത് മനസ്സിലാവും? ഇവിടെ വെള്ളമില്ല. പിന്നെയോ കുറച്ച് അപ്പുറത്തുണ്ട്. എന്നാൽ പോയി നോക്കുക. അവിടെ എത്തിയപ്പോൾ എന്ത് മനസ്സിലായി? ഇവിടെ ഇല്ല. പിന്നെ എവിടെയാണത്? കുറച്ചുകൂടി അപ്പുറത്തുണ്ട്. അങ്ങനെ പോയി നമ്മളിപ്പോൾ എവിടെ എത്തി? എത്ര പ്രായമായി നോക്കുക, അവിടെ എത്തി. ഓരോ സമയത്ത് ഓരോന്നായിരുന്നു പ്രലോഭനം. മരുമരീചിക്ക് എടുക്കാൻ നിൽക്കുകയാണ്. കുട്ടിക്കാലത്തുള്ളതല്ല ഇപ്പം. എന്നാലും ഇപ്പോഴും ഒരു പ്രലോഭനം നിൽക്കണില്ലേ? ഇപ്പോഴും ആശല്ലേ? പണ്ടത്തെ ആവില്ല. പണ്ട് ബിസ്ക്കറ്റ് വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ കുട്ടിക്കാലത്ത്. ഇപ്പോൾ സ്വർണ്ണ ബിസ്ക്കറ്റ് വേണമെന്നുള്ളത്. വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ഒന്നും ഇല്ലേന്നാ ചോദ്യം. ഇല്ലേ? ഇല്ലേ? കുട്ടികൾക്കും ഉണ്ട്, നമുക്കും ഉണ്ട്. കുട്ടികൾക്ക് പഠിക്കണം, മാർക്ക് വാങ്ങണം, സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ ജോലി കിട്ടണം, ബുള്ളറ്റ് വാങ്ങണം, മറ്റേ വണ്ടി വാങ്ങണം എന്നൊക്കെ ആയിരിക്കും. നമുക്ക് പേരക്കുട്ടിക്കൊരു കുട്ടി വേണം തിരുമേനി. ഇനി പേരക്കുട്ടിക്കൊരു കുട്ടി, ആ കുട്ടിക്കൊരു കുട്ടി, കുട്ടിക്കൊരു കുട്ടി. അത് തെറ്റൊന്നുമില്ല, നല്ല കാര്യം തന്നെ. പക്ഷേ ആ ആശ ഉള്ളില്ലേ? അതാ ചോദ്യം. തീരണുണ്ടോ? അത് തീരണില്ല. മുഹ്യന്തിയത്ത് സൂരയ, വലിയ വലിയ ബുദ്ധിജീവികൾ പോലും ആഗ്രഹം വെച്ചും കൊണ്ട്, നല്ല ആഗ്രഹമാവട്ടെ മോശാഗ്രഹമാവട്ടെ ഉണ്ടല്ലോ, അതാ ചോദ്യം. അതുകൊണ്ടാണ് അവർ ദുഃഖിക്കുന്നത്. തേജോവാരി മൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷ. ഈ ഇല്ലാത്ത പ്രപഞ്ചം കണ്ട് ദുഃഖിക്കുക, ഇല്ലാത്ത സ്വപ്നം കണ്ട് വിഷമിക്കും പോലെ. ഇല്ലാത്ത സ്വപ്നം ഉള്ളതാണോ? ആണോ? സ്വപ്നം കാണുമ്പോഴതാ, ഉണർന്നാലോ പോയി. ഇതുപോലെ ഈ പ്രപഞ്ചം ഭാഗവതം കേൾക്കാത്ത ആൾക്കുള്ളതാ, കേട്ടുകഴിഞ്ഞാൽ പോകും എന്നുള്ളത് കൊണ്ട് ഇല്ലാത്തതാ. മനസ്സിലാവില്ലേ? ഇല്ലാത്തതാണെന്ന് പറയാൻ പറ്റില്ല. കാണുന്ന ആൾക്കുള്ളതാണ്. ഓടിനെ അറിയാത്ത ആൾക്ക് വിളക്കുള്ളതാ, ഓടിനെ അറിഞ്ഞ ആൾക്കോ വിളക്കില്ല. അത്രയേ ഉള്ളൂ. അപ്പം ജ്ഞാനികളെ സംബന്ധിച്ച് എന്തില്ല? ഈ പ്രപഞ്ചമില്ല, ഈശ്വരനേ ഉള്ളൂ. അജ്ഞാനികളെ സംബന്ധിച്ച് ഈ പ്രപഞ്ചമുണ്ട്. ജ്ഞാനികൾക്ക് ദുഃഖമില്ല, അജ്ഞാനികൾക്ക് എന്തുണ്ട്? ദുഃഖമുണ്ട്. ഇങ്ങനെ കേട്ട് കുറച്ച് കഴിയുമ്പോൾ എന്ത് തെളിയും? ഇത് മെല്ലെ ബോധ്യം. ഒരു പ്രാവശ്യം കൊണ്ട് കേട്ടാൽ ബോധ്യമാവുന്നല്ല. പക്ഷേ നിരന്തരമായ ശ്രവണം, അതാണ് പ്രധാനം. വായിക്കണേക്കാൾ പ്രധാനം എന്താ? കേൾക്കുക. ശ്രവണം എന്നുള്ളതാണ് വളരെ പ്രധാനം. നിരന്തരമായി കേട്ട് കഴിഞ്ഞാൽ ഈ തത്വം തെളിയും, അതിലൊരു സംശയവുമില്ല. അതാണ് ഇവിടെ വർണ്ണിച്ചത്. തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗഃ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. അതുകൊണ്ട് ഈ തൽക്കാലം വന്ന് കുറച്ചു നേരം നിന്ന് മറയുന്ന വസ്തുവിൻ്റെ പിന്നാലെ പോവാതെ ഇത് എവിടെ നിൽക്കുന്നു, എവിടെ വളരണു, എവിടേക്ക് ലയിക്കുന്നു, ആ ആത്യന്തിക വസ്തുവിനെ വിചാരം ചെയ്യൂ. ഈ വിളക്കിനെ വിചാരം ചെയ്യാണ്ട് ഓടിനെ വിചാരം ചെയ്യൂ ആണ്. ഈ കാണുന്ന പ്രപഞ്ചത്തെ വിചാരം ചെയ്യാതെ അത് അസത്യമാണ്, ഇല്ലാത്ത വസ്തുവാണ്. സ്വപ്നം എന്നുള്ളത് ഉള്ളതല്ലല്ലോ. ഒരു ഉദാഹരണം പറയാം. ഒരാൾ ഭർത്താവാണ്, ഭാര്യയും ഭർത്താവും കൂടി കിടന്നുറങ്ങുക. ഈ ഭർത്താവാണ് വെച്ചാൽ ഒരു ബക്കറ്റ് വെള്ളം കുടിച്ചിട്ടുണ്ട് രാത്രി, എന്നിട്ട് കിടക്കുകയാണ്. കിടന്നപ്പോൾ ഇയാളൊരു സ്വപ്നം കണ്ടു, മരുഭൂമി പെട്ടു. എവിടെയാ? 2-2.5 മണിക്കൂർ നടന്നു വെയിലത്ത്. എന്നിട്ട് അവസാനം ദാഹിച്ചിട്ട് ഇയാൾ ഉറക്കത്തിൽ സ്വപ്നം കണ്ടിട്ട് എന്ത് വിളിക്കുകയാണ്? വെള്ളം 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 എന്ന് പറഞ്ഞ് കരയാണ്. ആര്? ഭർത്താവ്. ഭാര്യ എന്താ ചെയ്യേണ്ടത്? വെള്ളം കൊടുക്കുക വേണ്ടത്? അങ്ങനെ ചെയ്യരുതേ. ഒരു ബക്കറ്റ് വെള്ളം കുടിച്ച് കിടക്കുകയാണ് അയാൾ. അതിന് ഇയാൾക്ക് ഇനിയും വെള്ളം കൊടുത്താൽ അതാ നമ്മൾ ചെയ്യണത്. നമ്മളിപ്പോൾ ചെയ്യുന്നത് അതാ. നമ്മൾ ആ സ്വപ്നത്തിൽ പോയിട്ട് പരിഹാരം ഉണ്ടാക്കാൻ നോക്കുകയാണ്. വിവരമുള്ള ഭാര്യ ഒന്ന് തട്ടി ഉണർത്തുക. എന്താണ്? എണീക്ക് പറഞ്ഞ വിളിച്ചത് നന്നായിട്ടല്ലേ, വെള്ളം കിട്ടാണ്ട് ചത്തുപോയനെ ഞാൻ. ഇത്രേ ഇവിടെ ചെയ്യണുള്ളൂ. നമ്മളിങ്ങനെ വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് കരയുമ്പം ഗുരുനാഥൻ വന്ന് എന്ത് ചെയ്യണം? തട്ടി വിടുകയാണ്, ഒന്ന് ഉണർത്തുകയാണ്. വെറുതെ പേടിച്ചു എന്നാണ്. ഉണർന്നില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. സ്വപ്നം കണ്ട് ഇങ്ങനെ വിഷമിക്കില്ലാത്തത് കണ്ടിട്ടേ. അതില്ലാന്നുള്ളത് അറിയലാണെന്ത്? അതാണ് അറിവ്. ഉണരണതിനെ പറ്റിയിട്ട് അവിടെ പറയുന്നത് അതാണ്. ഉത്തിഷ്ഠത, ജാഗ്രത. ഉണരൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉറക്കത്തൊന്നും ഉണരാനല്ല,
നമ്മളെപ്പോഴും തന്നെയാണ്. നമ്മളിപ്പോൾ ഉണർന്നിരുന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാണ്ടിരിക്കാനുള്ളതാണ്. ഈ വക വിചാരം ചെയ്യാണ്ടിരിക്കുക. വളരെ തുച്ഛമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ നമുക്ക് ഇപ്പോഴും വേണ്ടൂ എന്നുള്ള അവസ്ഥ. ഒന്നും വേണ്ട. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. നിത്യമായ വിഷയത്തെപ്പറ്റി ചിന്തിക്കാതെ തുച്ഛമായ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അത് നിർത്തിയിട്ട് എന്ത് ചെയ്യണം? ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഒരു 7 ദിവസമെങ്കിലും പരം സത്യം ധീമഹി, പരമമായ സത്യത്തെ നമുക്ക് ഒരുമിച്ച് ധ്യാനിച്ചാലോ? ഇങ്ങനെയാണ് ഭാഗവതം ആരംഭിക്കുന്നത്. നമുക്കിനി എന്ത് ചെയ്യാം? താൽക്കാലിക സത്യത്തെ വിട്ടേക്കും. നമ്മളൊക്കെ താൽക്കാലിക സത്യമല്ല പറയണില്ല. ഇപ്പം ഉണ്ടുള്ള സത്യ നാളെ ഉണ്ടാവുമോ? ഉണ്ടാവണമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പറയൂ. ഉണ്ടാവണമെന്ന് വിചാരിക്കാമല്ലാതെ അറിയില്ല. ഒരു 100 കൊല്ലം മുന്നേ ഉണ്ടായിരുന്നില്ല. ഉണ്ടോ? 100 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഉണ്ട് കേട്ടോ, ഞാൻ ഉണ്ടാവുകയെ. പക്ഷെ നമ്മളിപ്പം വിചാരിക്കണ ശരീരം എന്നുള്ള ഞാൻ ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ. മറ്റതുണ്ടേ, ഞാൻ എവിടെയും പോകണമെന്നില്ല. എല്ലാ കാലത്തും ഉണ്ടാവും. രൂപത്തിന് മാറ്റം ഉണ്ടാവുമായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇല്ലാണ്ട് ആവണമെന്നില്ല. ശരി. അപ്പം അതുകൊണ്ട് അത് താൽക്കാലിക സത്യമാണ്. പക്ഷേ ഈ ഞാൻ എന്നുള്ളത്, ബോധം എന്നുള്ളത്, ബ്രഹ്മം എന്നുള്ളത് അത് പരമസത്യമാണ്. ഒരിക്കലും മാറാത്തതാണ്. അതുകൊണ്ട് ഒരിക്കലും മാറാത്ത സത്യത്തെ ധ്യാനിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. മാറുന്നതിനെ ധ്യാനിച്ചാൽ അതിൻ്റെ ഓരോ മാറ്റത്തിലും ദുഃഖിക്കേണ്ടി വരും. ശരീരം ഞാനാണെന്ന് വിചാരിച്ചാൽ മുടി നരയ്ക്കുമ്പം ദുഃഖിക്കേണ്ടി വരും. വേണ്ടേ? പല്ല് കൊഴിയുമ്പം ദുഃഖിക്കേണ്ടി വരും. രോഗം വരുമ്പം ദുഃഖിക്കേണ്ടി വരും. ശരീരമല്ല ഞാൻ, ആത്മാവാണെന്ന് സത്യം തിരിച്ചറിഞ്ഞാലോ അയാൾക്ക് പിന്നെ എന്തില്ല? ഒരിക്കലും ഞാൻ ഇല്ലാണ്ടി ആവണില്ലല്ലോ, ദുഃഖം ഉണ്ടാവില്ല. അതുകൊണ്ട് തൽക്കാലം അങ്ങനെയൊന്ന് ധ്യാനിച്ച് ശീലിക്കൂ. ഈ ശരീരത്തിനോടുള്ള ഭ്രമം വിട്ടിട്ട് തൽക്കാലം 7 ദിവസത്തേക്കെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ശരീരമല്ല ഞാൻ, ആത്മാവാണെന്ന് ധ്യാനിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം 1-ാമത്തെ ശ്ലോകേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ മുഴുവൻ പറഞ്ഞിട്ടില്ല. 1-ാമത്തെ ശ്ലോകം അതന്നെ എങ്ങനെയാണ്. ഇനിയുള്ളത് ഇങ്ങനെ പറയൊന്നുമില്ല, പേടിക്കണ്ട. നമുക്ക് എങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ബുദ്ധിമുട്ടാവും. ഇനിയുള്ളത് ചുരുക്കി സരളമായിട്ട് പറയാം. ഇതിപ്പം 1-ാമത്തെ ശ്ലോകത്തിൽ വിഷയം പറഞ്ഞു. ഭാഗവതത്തിലെ വിഷയം എന്താ ചോദിച്ചാൽ ഇനി മടിയില്ലാണ്ട് പറയണം. പരമമായ സത്യം, സത്യമാണ് പറയണത്. സത്യസാക്ഷാത്കാരമാണ് നമ്മുടെ ലക്ഷ്യം. അതിനുള്ള വഴി എന്താ? അതാണ് അടുത്ത ശ്ലോകത്തിൽ. ധർമാനുഷ്ഠാനം. ഇതാണ് ഭഗവാനെ കിട്ടാനുള്ള വഴി, ശാന്തമായിട്ടിരിക്കാനുള്ള വഴി. ഈശ്വര വിചാരം ചെയ്യുക. ചില സാധനങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കണം, അപ്പോഴേ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് ധർമ്മത്തെപ്പറ്റി വിസ്തരിക്കുന്നു.